നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലേ? എല്ലാവരും നല്ല പോസിറ്റീവ് മനസ്സോട് വേണം കേട്ടോ ഈ വീഡിയോ കാണാൻ. കാരണം നമ്മൾ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവുകയും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും നമ്മുടെ ഉപബോധ മനസ്സത് കേൾക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇപ്പം തന്നെ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേര് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. യെസ് എന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് കേട്ടോ. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിച്ചതും പ്രാക്ടീസ് ചെയ്തതും നമ്മുടെ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കൃത്യമായി കാണുന്നവർക്കറിയാം നമുക്കൊരു ലക്ഷ്യം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നേടേണ്ടത് എന്നതിനെപ്പറ്റി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ഇനി നേടാൻ വേണ്ടിയുള്ള നമ്മൾ പ്രാക്ടീസുകളാണ് ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ടുള്ള വീഡിയോസിൽ. അപ്പം ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നിയമമാണ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്നും നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. യൂണിവേഴ്സിന് നന്ദി പറയണം. ഇന്ന് നമുക്ക് എന്താ പറയുക, കണ്ണ് തുറക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമല്ലേ ഇന്നത്തെ ഒരു ദിവസം. അല്ലെങ്കിൽ നമുക്ക് ആയുസ് ഇന്നും കൂടെ കിട്ടിയതിന് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആ ബെഡിലിരുന്നുകൊണ്ട് തന്നെ കൈകൂപ്പി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുകയല്ലേ. നമ്മൾ ഉറങ്ങാൻ നേരവും പണ്ടുള്ള ആളുകളൊക്കെ പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോഴാണ് ഈ ജനറേഷനിലാണ് സത്യം പറഞ്ഞ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നത് അല്ലേ. പണ്ടുള്ള ആളുകളൊക്കെ ഉറങ്ങാൻ നേരവും നമ്മളെ മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, നമ്മൾ ഉറങ്ങാൻ നേരവും നമ്മൾ രാവിലെ ഉണരുമ്പോഴും ദൈവത്തോട് നന്ദി പറയണം അല്ലേ. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിനോട് നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ ബെഡിലിരുന്ന് ആ ശീലമുള്ള ഒരുപാട് പേരുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണ്ടി ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കണം കേട്ടോ ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഉണരുക. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരു ശീലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. ഈ പ്രാർത്ഥിക്കുന്നവരുടെ ബലം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. അല്ലാതെ വേറെന്തോ ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വേറെന്തോ ഒരു എനർജിയിൽ വിശ്വസിക്കുകയൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി ഏതാണോ ആ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ തന്നെ നന്ദി പറയുക. പിന്നെ നമ്മൾ പറയേണ്ടത്, നമ്മൾ എപ്പോഴും അതില്ല ഇതില്ല, നമ്മൾ എപ്പോഴും നിരന്തരം, ഇപ്പം ഭാര്യമാരൊക്കെ ആണെങ്കിൽ നിരന്തരം ഭർത്താക്കന്മാരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അതില്ല ഇതില്ല, അത് തീർന്നു ഇത് തീർന്നു, അരി തീർന്നു, പഞ്ചസാര തീർന്നു, പഞ്ചസാരയില്ല, അരിയില്ല, മുളകില്ല, പച്ചമുളകില്ല, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, അങ്ങനെ ഇല്ല 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 എന്നുള്ള നെഗറ്റീവ്, ഈ ഇല്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ അതിന് പകരം ഈ ഇല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വീട്ടിൽ പച്ചമുളക് വേണം അല്ലെങ്കിൽ ഭർത്താവിനോട് നിങ്ങളൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാതെ അതിന് പകരം എനിക്ക് പച്ചമുളക് ഇന്ന് വേണം, അല്ലെങ്കിൽ എനിക്ക് അരി വേണം, ഉഴുന്ന് വേണം, അങ്ങനെ നമ്മൾ ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങണം കേട്ടോ. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, അതിനൊരു എനർജി ഉണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾക്കും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾക്കും മറ്റുള്ളതിനെ ആകർഷിക്കാനുള്ള എനർജി ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇല്ല എന്ന് പറയും തോറും നമ്മളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതിന് പകരം നമ്മൾ വേണം അല്ലെങ്കിൽ അത് നമുക്ക് വേണം, നമുക്കുണ്ട്, ഉള്ളതിന് നന്ദി പറയാനൊക്കെ ശീലിക്കുമ്പം നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങും, നമ്മളുടെ വീട്ടിലെ ആവശ്യ സാധനങ്ങളുടെ അളവ് കൂടാൻ തുടങ്ങും. അങ്ങനെ ഇല്ല എന്ന വാക്ക് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വേണം, എനിക്കിത് വേണം, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട്, എനിക്കതിന് നന്ദി, ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു, ഇങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ നമുക്ക് കൂടുതൽ അഭിവൃദ്ധി
നമ്മളുടെ ജീവിതത്തിലേക്ക്, അത് സമ്പത്താണേലും ആഹാര സാധനങ്ങളാണേലും ഒക്കെ ആയിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാ സ്ത്രീകളും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തൊട്ട് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമുണ്ട്, അരി വേണം, പച്ചക്കറി വേണം എന്നൊക്കെ നമ്മൾ വേണം എന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം ഇല്ല 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 എന്നുള്ള വാക്ക് നമ്മൾ ഒഴിവാക്കണം. ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിന് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങുകയും അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വീടാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനമാണ് ആവശ്യം, നിങ്ങൾക്ക് ഒരുപാട് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വാഹനമാണ് ആവശ്യമെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച വാഹനം എനിക്ക് വാങ്ങാൻ സാധിച്ചതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി എന്ന് പറയുക. അങ്ങനെ നിരന്തരം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നിങ്ങളൊരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണോ, നിങ്ങൾക്കൊരു വീടാണ് ആവശ്യമെങ്കിൽ നിങ്ങളിങ്ങനെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്കൊരു വീട് തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന ഒരു അഫർമേഷൻ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം ഇങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു എനർജി ലെവലിൽ, ഹാപ്പി ആയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എനർജി ലെവലാണ് നമ്മളുടെ ഉപബോധ മനസ്സിനുള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ അഫർമേഷൻസും ഭയങ്കര വേഗത്തിൽ തന്നെ അത് ഫലിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ പറയുകയല്ലേ, കുട്ടികളെ ഒന്നും പ്രാകാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാകാൻ പാടില്ല, ചിലപ്പോൾ അത് ഫലിക്കാൻ കാരണമാകും എന്നൊക്കെ. ഇതാണ് നമ്മളുടെ ഹൈ എനർജി ലെവൽ, നമ്മളുടെ ഉപബോധ മനസ്സിന് ഭയങ്കര വൈബ്രേഷൻ ലെവലുണ്ട്. ആ ഒരു ലെവല് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഫലിക്കാൻ, ഈ യൂണിവേഴ്സ് കേൾക്കാനും അത് പെട്ടെന്ന് തന്നെ സംഭവിക്കാനുമുള്ള കാര്യങ്ങൾ എന്താ പറയുക, അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നമുക്ക് ഓരോ വൈബ്രേഷൻ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിച്ച്, നമ്മളുടെ വാക്കുകൾ പറയുന്നത് വളരെ സൂക്ഷിച്ച്, നമ്മൾ ചിന്തിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. അതിന് കിട്ടിക്കഴിഞ്ഞതായിട്ട്, നിങ്ങൾക്ക് വീടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, ഇതുവരെ ഞാൻ അനുഭവിച്ച ഓരോ സമ്പത്തിനും എനിക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ആ സമ്പത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ കഴിച്ച ആഹാരത്തിന് നന്ദി പറയുന്നു. ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു, യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ഞാൻ അത് കിട്ടാൻ വേണ്ടി നന്ദി പറയുന്നു, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞതായിട്ട്, എനിക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ അത് ആ വീട് ലഭിച്ചു കഴിഞ്ഞതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ അഫർമേഷൻസ് അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ അഫർമേഷൻസും കൂടി പറയുക, അത് പ്രാക്ടീസ് ചെയ്യുക. നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അഭിവൃദ്ധി, കൂടുതൽ സമ്പാദ്യം, കൂടുതൽ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിൽ നിന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഗ്രാറ്റിറ്റ്യൂഡ് 3 വീതം എഴുതാനായിട്ട് ശീലിക്കുക, വായും കൊണ്ട് പറയാനായിട്ട് ശീലിക്കുക. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, എന്ത് നേടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അഫർമേഷൻ പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ്, യൂണിവേഴ്സിന് അത് തന്നതിന് നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുക. ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ, സമ്പത്താണെങ്കിലും വീടാണെങ്കിലും കാറാണെങ്കിലും, നിങ്ങൾ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ അതിന് നന്ദി പറഞ്ഞ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ അതിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം മാറാനും കൂടുതൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് തരാനായിട്ടും തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മാറ്റങ്ങളുണ്ടാകും, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകും, ഉറപ്പാണത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നേടാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ, ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.